ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റാസ്ബെറി പൈ എന്താണെന്നാണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എന്താണ് റാസ്ബെറി പൈ ആണോ ഓഡിനോ, അങ്ങനെ കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റാസ്ബെറി പൈ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അലക്സ എടുത്ത് ചോദിച്ചു നോക്കാം, എന്താണ് റാസ്ബെറി പൈ? അലക്സ, വാട്ട് ഈസ് റാസ്ബെറി പൈ? According to Wikipedia, the Raspberry Pi is a series of small single-board computers developed in the United Kingdom by the Raspberry Pi Foundation to promote teaching of basic computer science in schools and in developing countries. The original model became far more popular than anticipated, selling outside its target market for uses such as robotics. ഓക്കെ, അപ്പോൾ അലക്സ പറയുന്നത് റാസ്ബെറി പൈ ഒരു സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറിൻ്റെ ഒരു സീരീസാണ്. അതെ, ഇത് നമുക്കൊരു ലിനക്സ് സി പി യു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കണ്ടേക്കുന്ന സി പി യുസ് എല്ലാം ലാർജ് സൈസാണ്. അപ്പോൾ ഈ കുഞ്ഞു ബോർഡ് എങ്ങനെ ഒരു സി പി യു ആയിട്ട് വർക്കാവും? അവിടെയാണ് എസ് ഒ സിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ സി പി യുയിൽ യൂസ് ചെയ്തേക്കുന്നത് പ്രോസസ്സേഴ്സാണ്. ഒരുപാട് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്, ഇൻ്റൽ പ്രോസസ്സർ ലൈക്ക് ദാറ്റ്. സോ അതിന് കുറേ എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസസ് വേണ്ടി വരും. മറ്റുള്ള കമ്പോണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പെരിഫറൽ ഡിവൈസസ് വേണ്ടി വരും. ബട്ട് റാസ്ബെറിയുടെ കേസിൽ എസ് ഒ സി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എസ് ഒ സി മീൻസ് സിസ്റ്റം ഓൺ ചിപ്പ്. അതായത് ഒരു പ്രോസസ്സറും അതിന് വേണ്ടിയിട്ടുള്ള പെരിഫറൽസ് എല്ലാം ഒറ്റ ചിപ്പിനകത്ത് ഇൻബിൽറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് റാസ്ബെറിയുടെ സൈസ് ഇത്രയും ചെറുതായിട്ടിരിക്കുന്നത്. ബട്ട് നമുക്കൊരു സി പി യു പോലെ അത്രയും ലോഡൊന്നും ഇതിന് കൊടുക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം പ്രോഗ്രാമിങ്ങും ബ്രൗസിങ്ങും പിന്നെ അത്യാവശ്യം മെയിൽ ചെക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ ഒരു ലോ എൻഡ് കമ്പ്യൂട്ടർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അലക്സ പറഞ്ഞിരുന്നു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന്. അതെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സി പ്രോഗ്രാമിംഗ് ചെയ്യാനോ ഒരു സിസ്റ്റം വേണ്ടി വരത്തില്ല. റാസ്ബെറി പൈ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പം അതിനെ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം അവിടെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഒരു 15,000 to 20,000 ആകും ഒരു സിസ്റ്റം നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ. 1,500 രൂപ തൊട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് റാസ്ബെറി പൈ. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോജക്ട്സൊക്കെ അത് വെച്ചിട്ട് തന്നെ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുന്ന ഫീൽഡുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിയും റോബോട്ടിക്സും ഒക്കെ. അപ്പോൾ അതിൻ്റെ പ്രോജക്ട്സൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തായാലും ഒരു പ്രോസസ്സർ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എൻ്റയർ സിസ്റ്റം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്മളൊരു റാസ്ബെറി പൈ യൂസ് ചെയ്യുന്നതായിരിക്കും. റാസ്ബെറി പൈ തന്നെ ഒരുപാട് മോഡൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റാസ്ബെറി പൈ 2, 2B, 3, 3B, 4 അങ്ങനെ ഒരുപാട് മോഡൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ യൂസ് അനുസരിച്ചായിരിക്കും നമ്മളത് ചൂസ് ചെയ്യുന്നത്. ഇതിന് മോഡൽ വേരി ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ റേറ്റും വേരി ചെയ്യുന്നുണ്ട്. അതേ കൂട്ട് തന്നെ അതിൻ്റെ പ്രോസസ്സേഴ്സും റാം സൈസും ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. നമുക്ക് ആപ്റ്റായിട്ട് തോന്നി നമുക്ക് എന്തൊക്കെയാണോ യൂസ് ചെയ്യേണ്ടത് അതനുസരിച്ചായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് ഹാർഡ് ഡിസ്കായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന മെമ്മറി കാർഡാണ്. ഞാൻ അലക്സ് ചെയ്ത സിസ്റ്റത്തിനകത്ത് 16 GB ഒരു മെമ്മറി കാർഡാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഹാർഡ് ഡിസ്കായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ 16 GB മെമ്മറി കാർഡാണ്. നമ്മൾ OS ചെയ്യുന്നതെല്ലാം ഈ 16 GB മെമ്മറി കാർഡിലാണ് നമ്മൾ OS ഉൾപ്പെടെ ചെയ്ത് വെക്കുന്നത്. റാസ്ബെറി പൈയിൽ ഏറ്റവും സിമ്പിളായിട്ട് OS ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം.